ആകട്ടെ. मसीह की पवित्र नाम की महिमा हो। മറ്റൊരു പ്രഭാതം കൂടി കാണുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് സഹായിച്ചതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. एक सुबह ही वक्त भी प्रभु ने हमारे लिए प्रदान दिया, इसी कारण में मसीह को धन्यवाद देता हूँ। ഇന്ന് നാം ചിന്തിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം. आज मनन करने के लिए मत्ती का सुसमाचार അതിന്റെ 13-ാം അധ്യായം 13वां अध्याय 47 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ. 13वां अध्याय और बाकी ഒന്നുകൂടെ പറഞ്ഞേ. 47 മുതൽ 50 വരെ. 27वां पद से 13वां अध्याय 27वां पद से लेकर 50वां पद तक हम मनन करें. പിന്നെയും സ്വർഗരാജ്യം കടലിൽ ഇടുന്നതും എല്ലാ വക മീനും പിടിക്കുന്നതുമായ ഒരു വലയോട് സദൃശം. നിറഞ്ഞപ്പോൾ അവർ അത് വലിച്ച് കരയ്ക്ക് കയറ്റി ഇരുന്നു കൊണ്ട് നല്ലത് പാത്രങ്ങളിൽ കൂട്ടിവെച്ചു, ചീത്ത എറിഞ്ഞു കളഞ്ഞു. അങ്ങനെ തന്നെ ലോകാവസാനത്തിൽ സംഭവിക്കും. ദൂതന്മാർ പുറപ്പെട്ട് നീതിമാന്മാരുടെ ഇടയിൽ നിന്ന് ദുഷ്ടന്മാരെ വേർതിരിച്ച് തീച്ചൂളയിൽ ഇട്ടുകളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. पर स्वर्ग का राज्य उस बड़े जाल के समान है जो समुद्र में डाला गया और हर प्रकार की मछलियों को समेट लाया। और जब जल भर गया तो मछुए उसको किनारे पर खींच लाए और बैठकर अच्छी अच्छी तो बर्तनों में इकट्ठा की और निगमी 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 फेंक दी। जब तो अंध में ऐसा ही होगा। स्वर्गदूत आकर दुष्टों को धर्मियों से अलग करेगा और उन्हें आग के घुंड में डालेगा। यहाँ रोना और दांत पीसना होगा. ഇവിടെ സ്വർഗരാജ്യത്തെ ഒരു വലയോട് ഉപമിച്ചിരിക്കുന്നു. यहाँ पर स्वर्ग राज्य को मच्छी पकड़ते हुए एक जाल की समानता में मसीह यहाँ पर कहा है. വല മത്സ്യബന്ധനത്തിന് വേണ്ടി കടലിൽ ഇടുന്നതാണ്. ये जाल मच्छियों को पकड़ने के लिए समुद्र में डालते हैं. എന്നാൽ വലയിൽ എല്ലാ വക മീനുകളും കടന്നുകൂടും. और इसमें हर प्रकार की मछलियों वह उसमें आते हैं. പലപ്പോഴും മത്സ്യബന്ധനക്കാര് പിടിച്ച് കരയ്ക്ക് കയറ്റുന്നത് പിന്നെ ഒരു പ്രയോജനവുമില്ലാത്തതും ചിലപ്പോൾ അപകടകരവുമായിട്ടുള്ളതായ ജീവികളെ ആയിരിക്കും. जो जाल में फंसते हैं खतरनाक भी और उपयोग सिवा रहते चीजों को और मछुए ने समुद्र में डाला जाता है. എന്നാൽ വല നിറഞ്ഞ് കവിയുമ്പോൾ അവര് അതിനെ കരയ്ക്ക് വലിച്ച് കയറ്റും. मछुए ने उसको किनारे पर खींच लाते हैं. നല്ലത് എല്ലാം അവര് പാത്രങ്ങളിൽ കൂട്ടിവെക്കും. अच्छे अच्छे मछलियों को बर्तन में इकट्ठा की जाता है. പ്രയോജനമില്ലാത്തത് ചീത്തയായിട്ടുള്ളതെല്ലാം എറിഞ്ഞു കളയും. निगमी निगमी फेंक देता है. അങ്ങനെ തന്നെ ലോകാവസാനത്തിൽ സംഭവിക്കും. ऐसा ही दुनिया की समाप्ति में हो जाता है. ദൂതന്മാർ പുറപ്പെട്ട് നീതിമാന്മാരുടെ ഇടയിൽ നിന്നും ദുഷ്ടന്മാരെ വേർതിരിച്ച് തീച്ചൂളയിൽ ഇട്ടുകളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. और स्वर्गदूतों ने आकर अधर्मियों के बीच में से धार्मी वालों को अलग कर कर अधर्मियों को आग की भट्टे में कुंड में डाला जाता है. മുൻകാലങ്ങളില് ഉണർവ് പ്രാസംഗികന്മാര് വചനത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഒന്നുപോലും മറച്ചു വെക്കാതെ ജനത്തെ കേൾപ്പിക്കുമായിരുന്നു. पुराना समय में मसीह की दासों कोई कुछ अच्छे अच्छे भले भले बातों को छुप कर नहीं रखते हैं, खुले खुले बताते हैं और सीखता ही है. അടൂർ കൊച്ചുകുഞ്ഞപ്പി ഉപദേശി തുടങ്ങിയതായ അനേകം ദൈവത്തിന്റെ ദാസന്മാരുടെ പ്രസംഗങ്ങൾ ചെറുപ്പകാലത്ത് എനിക്ക് കേൾക്കുന്നതിനും അതിൽ നിന്നും ആവേശം ഉൾക്കൊള്ളുന്നതിനും കഴിഞ്ഞിട്ടുണ്ട്.
और परमेश्वर की दास की बचपन में केरला में कोच्चि उपदेशी नाम में एक बड़ा महान व्यक्ति थे। उनकी अच्छे अच्छे वचन सुनने के लिए और परमेश्वर की दास की अवसर मिला था। കാലാകാലങ്ങളിൽ അങ്ങനെ കേട്ടിട്ടുള്ളതായ വചനങ്ങൾ എൻ്റെ ഹൃദയത്തിൽ ആഴമായി പതിഞ്ഞിട്ടുണ്ട്. നമ്മൾ വചനം സംസാരിക്കുമ്പോൾ പലതും അതിങ്ങനെ കടന്നു വരുന്നത് അവിടെ നിന്നാണ്. और अनंत में परमेश्वर की वचन की घोषणा में परमेश्वर की दास की हृदय में छापा हुआ वचन और हृदय में संक्षिप्त की जो आगे के दिनों में वो वचन हमारा हृदय में ठोक जाते हैं। വളരെ ചെറുപ്പത്തിൽ തന്നെ വചനം കേൾക്കുന്നതിനുള്ളതായ ഒരു തീക്ഷ്ണമായ ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. छोटा बचपन से लेकर वचन सुनने के लिए मनन करने के लिए इतने आग्रह के साथ वो आगे आया था। എന്നാൽ ഈ കാലഘട്ടങ്ങളിൽ വചനത്തിലുള്ളതായ എല്ലാ കാര്യങ്ങളും നമുക്ക് കേൾക്കുവാനുള്ളതായ അവസരമില്ല. आजकल दिनों में हर प्रकार की हर जगहों में से ये वचन हमको मिलता नहीं है। അതിന്റെ കാരണം ജനങ്ങൾക്ക് എന്താണോ കർണരസപ്രദമായിട്ടുള്ളത് അത് കേൾപ്പിക്കുവാനുള്ളത് അത്ര എന്നെ പോലുള്ളതായ ദേവദാസന്മാര് പലപ്പോഴും ശ്രമിക്കാറുള്ളത്. और ये आग्रह होता है और परमेश्वर के दासों ने ऐसा प्रचार देते हैं और लोगों का आग्रह की आधार पर इच्छा की आधार पर वचन की घोषणा करता है। എല്ലാവരും നീതിമാന്മാരാണെന്ന് സ്വയം വിചാരിക്കുന്നു. स्वयं अपने आप को झांझ लेते हैं सभी लोग धार्मियों है। അതുകൊണ്ട് ഇങ്ങനെയുള്ള വചനങ്ങളൊന്നും അവർക്ക് ബാധകമല്ല എന്ന് ജനം വിചാരിക്കുന്നു. ऐसा ही है और लोगों को ऐसे प्रकार की अच्छे अच्छे वचन की कुछ जरूरत नहीं है सोच समझते हैं। ദൈവം വചനം ഫലമേൽപ്പിച്ചിരിക്കുന്ന വ്യക്തികൾ ഉത്തരവാദിത്തോടു കൂടിയും എല്ലാം ജനത്തെ കേൾപ്പിക്കുവാൻ വേണ്ടി ഇനിയെങ്കിലും തയ്യാറാകണം. आजकल दिनों में आप जांच ले और मसीह की मधुरवाणी औरों का हृदय में छापने के लिए परमेश्वर की दासों प्रयत्न करना अनिवार्य है। ക്വാളിഫൈഡ് അല്ലാത്തതായ വ്യക്തികളെ വിശുദ്ധന്മാരുടെ ഇടയിൽ നിന്നും വേർതിരിച്ച് ദുഷ്ടന്മാരെ വേർതിരിച്ച് തീച്ചുകൂളയിൽ ഇട്ടുകളയും, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും എന്നൊക്കെ പറയുന്നതും അത് കേൾപ്പിക്കുന്നതും അത്ര സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമല്ല എന്ന് ചിലർ കരുതുന്നു. और दुरुपदेश के साथ अच्छे इतिहास सिखाता नहीं, अपना हृदय की मनभावनी से सिखाते हैं। जो दुष्ट लोगों को आत्मिक लोगों के बीच में से और आग की भट्टी में डाला जाता है, ये वचन सुनेगा तो सबको आनंद मगन नहीं होता है। സുവിശേഷം എന്ന് പറയുന്നത് ഈ ലോകത്തിലേക്ക് വിരിക്കുന്നതായ, ഈ ലോകമാകുന്ന സമുദ്രത്തിലേക്ക് ജാതികളാകുന്നതായ ആളുകൾ ഉൾക്കൊള്ളുന്നതായ ഈ ലോകത്തിലേക്ക് വിരിക്കുന്നതായ ഒരു വല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. सुसमाचार यही है और दुनियादारी लोगों का बीच में डाला हुआ एक जाल की नाई होता है। പാപികളായ മനുഷ്യരെ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതിന് വേണ്ടി അവർക്ക് അഡ്മിഷൻ കൊടുക്കുന്നതിന് വേണ്ടി അവരെ ഈ വചനം പറഞ്ഞു കൽപ്പിക്കുന്നു. ये अधर्मियों को ये वचन सुनाते हैं जो स्वर्ग राज्य में प्रवेश करने के लिए रास्ता खोल कर देते हैं ये वचन। അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ സുവിശേഷം എന്ന് പറയുന്നത് പാപികളായ മനുഷ്യർക്ക് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി അവരെ സഹായിക്കുന്നതായ ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. और सुसमाचार की घोषणा अपराधियों पापियों को स्वर्ग राज्य में प्रवेश करने के लिए वो रास्ता बना कर देता है। അപ്പോൾ സുവിശേഷം എന്ന് പറയുന്നത് ആത്മീയമായിട്ടുള്ളതായ ഒരു വലയാണ്. सुसमाचार जो है आत्मिक तौर पर एक जाल है।
യേശുക്രിസ്തു മലമുകളിൽ കയറിയതിനു ശേഷം തന്റെ ശിഷ്യന്മാരോട് ആം, സുവിശേഷം പറയുകയുണ്ടായി. यीशु मसीह पहाड़ पर चढ़ गया है और अपने चेलों को सुसमाचार की घोषणा की। യേശു പുരുഷാരത്തെ കണ്ടാറ് മലമേൽ കയറി. यीशु मसीह की मधुरवाणी सुनने के लिए भीड़ आ गया, तब मसीह पहाड़ पर चढ़ गए। അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അടുക്കൽ വന്നു. वो बैठ गया, तब शिष्यों ने मसीह की ओर आया। അവൻ തിരുവായി മൊഴിഞ്ഞ് അവരോട് ഉപദേശിച്ചു. उन्होंने मुंह खोलकर उनको साथ बातचीत करने लगा। എന്നാൽ ഈ മലയിൽ കയറുന്നതായ എല്ലാ ജീവികളും നല്ല ഫിഷ് അല്ല. ये जाल में फंसे हुए सब जंतु अच्छे हमें उपयोग में ला सकते हैं, जो अच्छे मछलियों नहीं है। വലയിൽ കയറുന്നതായ സുവിശേഷത്തോട് പ്രതികരിച്ച് വലയിൽ കയറുന്നതായ അതിൽ തന്നെ നല്ല രക്ഷിക്കപ്പെട്ടതായ ദൈവമക്കളുണ്ട്. അതുപോലെ തന്നെ ദൈവരാജ്യത്തിന് പ്രയോജനമില്ലാത്തതായ വ്യക്തികളുമുണ്ട്. सुसमाचार की जाल बिछाते हैं, अच्छे अच्छे लोग भी आते हैं और बुरे बुरे लोग भी आते हैं, लेकिन अच्छे वजन बोया जाता है, अच्छे लोग उसमें चुन लेते हैं। അപ്പോൾ സുവിശേഷം എല്ലാ തരത്തിലുള്ള ആളുകളും കേൾക്കും. सुसमाचार हर लोग सुनते हैं, എന്നാൽ പിന്നത്തേതില് പലരും ദൈവ രാജ്യത്തിന് അപമാനകരമായ രീതിയിൽ ജീവിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. उसके बाद में बहुत सारे लोग मसीह को झूठा कहलाता है। പല വിധത്തിലുള്ളതായ നിന്ദകൾ സഹിക്കേണ്ടി വരും. അതുപോലെ പ്രലോഭനങ്ങൾ നേരിടേണ്ടി വരും. ലോകത്തിൽ നിന്നുള്ളതായ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരുമ്പോൾ പലരും അവരുടെ വിശ്വാസ ജീവിതത്തിൽ നിന്നും പിന്മാറുന്നത് നമുക്ക് കാണുവാൻ കഴിയും. कई लोगों को हम देखते हैं, वो लोग कई प्रकार की शोधना, वेदना, कष्ट, दुख उठाते हैं, मसीह की वचन त्याग कर पीछे चले जाते हैं। മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്നതായ പത്രോസിനെ സംബന്ധിച്ചിടത്തോളം അവൻ യേശുക്രിസ്തുവിന്റെ ശിഷ്യത്വം സ്വീകരിച്ചതിന് ശേഷം അവൻ മനുഷ്യരെ പിടിക്കുന്നവരായി തീർന്നു. यीशु मसीह ने चेलों को, शिष्यों को वो बुलाया, शिष्य बनाया और मछुए थे, अभी मनुष्यों को पकड़ने वाला बनाया है। താൻ ഈ സുവിശേഷത്തിന്റെ വല വിരിച്ചപ്പോൾ, അഥവാ താൻ സുവിശേഷം പ്രസംഗിച്ചു തുടങ്ങിയപ്പോൾ തന്നെ 3000-ലധികം ആളുകൾ മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. ये पतरोस ने प्रथम समय में और जाल बिछाया, उसमें 3000 लोग यीशु को अपनाया, ग्रहण किया। ലോകാന്ത്യത്തിൽ കർത്താവായ യേശു ക്രിസ്തു താൻ ഈ ലോകത്തിൽ വിരിച്ചതായ വല അത് വലിച്ച് കരയ്ക്ക് കയറ്റും. अंतिम दिन में मसीह की आगमन में जो बताया, संसार में कहा हुआ जो वचन के आधार पर जितनों को बुलाहट मिला, उन्हीं को मसीह ने अलग कर देंगे। അതിൽ കൊള്ളരുതാത്തതൊക്കെയും അത് നരകത്തിലേക്ക് വലിച്ചെറിയും. इसी में निगमे को नरक में फेंक देते हैं। അപ്പൊ ഈ ലോകത്തെ ഒരു സമുദ്രത്തോട് ഉപമിക്കാം. ये संसार को एक समुद्र की नाई वो मालंगार किया है। ജാതികളായ മനുഷ്യർ ജീവിക്കുന്നതായ ഈ ലോകത്തെ അതെ സമുദ്രം എന്ന വാക്കുകൊണ്ട് ബൈബിളിൽ പലപ്പോഴും ഉദ്ദേശിക്കുന്നത് അതാണ്. ये बाइबल में यही पाया जाता है, दुनियादारी लोग, इसका मतलब मसीह सिवा जाते हैं, वो समुद्र की नाई बताया गया है। ഇവിടെ ആലങ്കാരികമായിട്ട് സമുദ്രം എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ലോകത്തെ അത്രേ. मसीह यही कहा हुआ नमूना, ये बताया, समुद्र दुनियादारी लोगों को दर्शाता है।
എന്നാൽ ക്രിസ്തുവിന്റെ സന്ദേശവാഹകരായിരിക്കുന്നതായ ദൈവദാസന്മാർ പലപ്പോഴും ഈ ലോകത്തിന്റെ പീഡന നിമിത്തം അവർ ജയിലുകളിൽ തള്ളപ്പെടുന്നുണ്ട്. അതുപോലെ മറ്റു പല തരത്തിലുള്ളതായ ഉപദ്രവങ്ങൾ, പീഡനങ്ങൾ അവർക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. मसीह को सच्चे रीति पर ग्रहण किया, मसीह को पाए हुए लोगों को आजकल दिनों में उनको पीड़ित है, पीड़ा देता है, जेल खाना में डालता है, कई प्रकार की कष्ट शोक भोगना पड़ता है। അതുകൊണ്ട് ഈ ലോകമാകുന്ന വാരുതിയെ കുറിച്ച് പറയുമ്പോൾ അതിൽ വളരെയധികം അപകടങ്ങൾ നിറഞ്ഞിരിക്കുന്നത് ഈ നാളുകളിൽ നമുക്ക് കാണുവാൻ കഴിയും. इसी कारण में हम देखते हैं ये सांसारिक बात काम कार्यों में दुनिया की हर लोगों के बारे में हमें बताया गया है। ഈ സുവിശേഷത്തോട് താല്പര്യം കാണിക്കുന്നതായ പല ആളുകളും പിന്നെ വെറും അഭിനയിക്കുന്നതായ വ്യക്തികളാണ്. ये सुसमाचार को प्रेम करने वाले और लोग और नाटक करते हैं। എല്ലാ ആളുകളും ആത്മാർത്ഥമായിട്ടുള്ളതായ വിശ്വാസമുള്ളവരല്ല. हर लोग सच्चे हृदय की मनभावनी से मसीह को सेवा करने वाला है नहीं है। എല്ലാവരുടെയും ഹൃദയങ്ങളെ അളന്ന് തൂക്കി നോക്കുകയും മനസ്സിലാക്കുന്നത് ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. सारे मानव जातियों की हृदय की मनभावनी झुक कर देखते हैं और मसीही की काम है। എന്നാൽ ഈ വലയിൽ കയറിയതായ ചില ആളുകളൊക്കെ പിന്നീട് പലതരത്തിലുള്ളതായ പ്രലോഭനങ്ങളിൽ അകപ്പെട്ട് പാപത്തിൽ വീണുപോകാറുണ്ട്. ये जाल में आए हुए जो मछली है, ऐसी मछली की नाई है, कई प्रकार की क्लेश शोक भोगना पड़ते हैं, तब मसीह की वजन से रहित हो जाते हैं। ചിലർക്ക് ദ്രവ്യാഗ്രഹമായിരിക്കാം ഉണ്ടാകുന്നത്. और औरों को धन की लालसा होता होगा, ചിലര് പ്രശസ്തരാകുവാൻ ആഗ്രഹിക്കുന്നു. औरों ने महान बनने के लिए चाहते हैं। ഏത് തരത്തിലുള്ളതായ ജഡീക പാപങ്ങളായിരുന്നാലും അതിൽ നിന്നൊക്കെയും പിന്നെ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധി നിരപ്പ് പ്രാപിക്കുന്നതിനും ക്ഷമ പ്രാപിക്കുന്നതിനും അവസരമുണ്ട്. और कोई भी हो, कुछ ना कोई हो, मन विरागट, मन हृदय मसीह की ओर लगे रहते हुए मसीह में सच्चे रीति पर आने के लिए उनको अवसर भी होता है। എന്നാൽ യഥാർത്ഥത്തിലുള്ളതായ ദൈവദാസന്മാർ, ദൈവമക്കൾ, അവർ ഒഴുക്കിന് എതിരെ നീന്തുന്നവരത്രേ. सच्चे मसीह की सेवकों ने पानी नीचे की ओर बहती है, इसी नाई जाने वाले हैं। പ്രതികൂലങ്ങൾ ആണ്, തടസ്സങ്ങളുണ്ട് എങ്കിലും അതിനെ വകവയ്ക്കാതെ മുന്നേറുന്നവരത്രേ യഥാർത്ഥതായ വിശ്വാസികൾ. मेरे अनुकूल परिस्थिति है नहीं होता है, प्रतिकूल परिस्थिति आते हैं, लेकिन प्रतिकूल परिस्थिति में जाने वाला होना चाहिए मसीह की लोग। ക്രിസ്തുവിന്റെ ജീവൻ പ്രാപിക്കാത്തതായ സോക്കോൾഡ് വിശ്വാസികൾ അവർ ഒഴുക്കിന് അനുകൂലമായിട്ട് നീന്തിക്കൊണ്ടേയിരിക്കും. और मसीह की शब्द आज्ञाकारी ना होवे तो और पानी बहते है, इसी नाई चले जाते हैं। അപ്പോ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ഒഴുക്കിനെതിരെ നീന്തുവാൻ തങ്ങളെ തന്നെ പ്രാപ്തരാക്കും. सच्चे मसीह को मानने वाले बहती हुई नदी को वो उल्टा उन्होंने दौड़ते हैं। ഈ ലോക ജീവിതത്തിൽ അവർ അത് കഷ്ടങ്ങളും നിന്ദകളും പീഡനങ്ങളും പ്രലോഭനങ്ങളും പീഡനങ്ങളും ഒക്കെയും അവർ പ്രതീക്ഷിക്കുന്നു. मसीह की लोग ये डरते हैं, उसमें पीड़ित है, क्लेशित है, शोक भोगना पड़ते हैं। യേശു ക്രിസ്തു ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകിയുണ്ടായി. ലോകാന്ത്യത്തിൽ പലരും ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വരുമെന്ന്. और मसीह की वचन यही हमें दिया है, संसार की अंतिम के समय और गर्मी या ठंडापन में लोग रहते हैं। പലരുടെയും സ്നേഹം തണുത്തു പോകും. औरों को बहुत सारे लोगों का प्रेम को ठंडा हो जाता है.
വളരെ ഉണർവോടുകൂടി ഉത്സാഹത്തോടുകൂടി ദൈവവേലയിൽ വ്യാപരിക്കുന്നതിന് പകരം പലരും മയങ്ങുകയാണ്, ഉറങ്ങുകയാണ്. बस मसीह में अटल रहने की बदले उन्होंने सो जाते हैं, उन्होंने पीछे हट जाते हैं. എന്നാൽ അന്ത്യകാലത്ത് അല്ലെങ്കിൽ കർത്താവിൻ്റെ കർത്താവ് തൻ്റെ രാജ്യം സ്ഥാപിക്കുന്നതിന് മുമ്പായിട്ട് ഈ വലയിൽ നിന്നും കൊള്ളാവുന്നതിനെ സ്വീകരിക്കുകയും ഇല്ലാത്തതിനെ ത്യജിക്കുകയും ചെയ്യും. यीशु मसीह के राज्य पृथ्वी में आने का पहले मसीह के लिए जितने लोगों को जरूरत है उसको बटोरते हैं, बाकी निगमी लोगों को बाहर निकाल देते हैं. തൻ്റെ രാജ്യം സ്ഥാപിച്ചു കഴിയുമ്പോൾ പിന്നെയും ഈ ഈ എന്താണ് ഈ വല കൊണ്ട് പ്രയോജനമില്ല. मसीह की राज्य स्थापित होने के बाद में ये जाल की कुछ जरूरत नहीं होता है. കാരണം ഈ സുവിശേഷത്തിന്റെ വല പൂർണ്ണമായും വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. कारण ये कि सुसमाचार के कारण जाल में जितनों ने आया और मसीह की वचन के आधार पर जाते हैं वो उन्होंने भर गई है. വചനം നമ്മെ പഠിപ്പിക്കുന്നത് വെളിച്ചം ഉള്ളിടത്തോളം പ്രവർത്തിക്കുവാനത്രേ. मसीह के वचन में यही सिखाते हैं ज्योति प्रकाशन कितना होता है इतने तक सेवाई करते ही रहो. സുവിശേഷം പ്രസംഗിക്കേണ്ടത് സ്വാതന്ത്ര്യം ഉള്ളപ്പോഴത്രേ. सुसमाचार की घोषणा करना आजादी कब तक है तब तक. പല വിധത്തിലുള്ളതായ നിയന്ത്രണങ്ങൾ ഇന്ന് സുവിശേഷത്തിന് ഗവൺമെന്റുകൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. कई प्रकार की रुकावट गवर्नमेंट की तरफ से किया करता है. എന്നാൽ ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് സുവിശേഷം പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളതായ ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ये प्रतिकूल परिस्थितियों में दौड़ते हुए मसीह की सेवकाई करना आजकल दिनों में कठोर है. മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നതായ അത്രമാത്രം എളുപ്പമല്ല സുവിശേഷത്തിൻ്റെതായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളത്. पहले समय में हमें आजादी दिया, हमको घोषणा किया. आजकल दिनों में परिस्थिति हमारे लिए प्रतिकूल है, इसी कारण में परमेश्वर के वचन की घोषणा कठिन होता है. എന്നാൽ ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഉണർവ് ഉണ്ടാകുന്നത് ചൈനയിലാണ്. आजकल दिनों में चाइना में और वचन की दरवाजा बंद था, लेकिन आज खुल गई है. അനേക വർഷങ്ങളായിട്ട് പരസ്യമായിട്ട് അവർ സുവിശേഷം പറയുന്നതിന് വിശ്വാസിയാണെന്ന് പറയുന്നതിനോ അവർക്ക് അവസരമില്ല. चाइना में और खुले निधि पर मसीह को अंगीकार करे, जो वचन प्रस्तुत करे उसको अनुमति नहीं था. അതുകൊണ്ട് ഭൂമിക്ക് അടിയിൽ പ്രാർത്ഥനാലയങ്ങൾ അവർ പ്രാർത്ഥനാ യോഗങ്ങൾ സംഘടിപ്പിക്കുന്നു. चाइना में भूमि की अंदर और कट्ठा खोद कर बंगर बनाया, उसका अंदर प्रार्थना आराधना चलाता है. ഏറ്റവും പ്രതികൂല സാഹചര്യങ്ങളിൽ അത്രയും സുവിശേഷം വളരെ ശക്തിയോടുകൂടിയും ജനങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്. ये प्रतिकूल परिस्थिति में भी हमारा मसीह की घोषणा अपनाना, जो कठिन शोध वेदना के साथ सहजना, यही सुसमाचार प्रभु ने हमारे ऊपर सौंपा गया है. നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഈ ലോകത്ത് പിന്നെ ഈ സുവിശേഷം അറിയിക്കുന്നതിന് വേണ്ടി ഞാൻ എന്തുള്ളൂ, എന്നെ കൊണ്ട് എന്ത് കഴിയും, ഞാനൊരു സാധാരണ മനുഷ്യനാണല്ലോ എന്ന്. हम ये बात सोच समझते हैं सुसमाचार की घोषणा के लिए मैं क्या हूं, मैं क्या करूं, मैं छोटा सा व्यक्ति है, सोच समझते हैं. നിങ്ങൾ ഒരു കടുകുമണിയായിരിക്കാം, शायद हो आप एक रागी है. എന്നാൽ നിങ്ങളുടെ ചുറ്റും നിങ്ങൾ ഉപ്പും വെളിച്ചവുമായിരിക്കുന്നു എന്ന് വചനം പറയുന്നു. आप ये मानो हमारे चारों तरफ देखे हम नमक और प्रज्योति है, प्रकाशन है. നിങ്ങളുടെ പൊട്ടൻഷ്യാലിറ്റി വളരെ കൂടുതലാണ്.
हमारे लिए चारों तरफ बाड़ा बांधे हैं और मसीह की शक्ति है। നിങ്ങളുടെ സാക്ഷ്യം, നിങ്ങളുടെ വചനം, നിങ്ങളുടെ പ്രാർത്ഥന അത് ചുറ്റുപാടുകളിൽ വളരെ മാറ്റങ്ങൾ വരുത്തുന്നു. हमारा गवाही, हमारा वचन आजू बाजू वालों के लिए बहुत गवाह बन जाते हैं। നിങ്ങൾക്ക് അനേകം ചർച്ചക്കാരുണ്ടായിരിക്കാം, ബന്ധുമിത്രാദികൾ ഉണ്ടായിരിക്കാം. शायद हो हमारे और बहुत सारे और बंधु मित्रादियों है। ഞാനൊരു കാര്യം പറയട്ടെ, അവർ നിങ്ങളുടെ ബന്ധുമിത്രാദികളല്ല, മറിച്ച് നഷ്ടപ്പെട്ടതായ ആത്മാക്കൾ അത്രേ. मैं आपको ये बात चेतावनी देते हैं, हमारे सगा सखी हो, मित्रों हो, वो हमारे शत्रु है, मसीह की महिमा से रहित रहने वाले हैं। ഇതുവരെയും നിങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടി ഒന്നും പ്രവർത്തിച്ചില്ല എങ്കിൽ ഇന്നു മുതൽ നിങ്ങളുടെ രക്തബന്ധുക്കളോട് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുക. അവര് ആ നഷ്ടപ്പെട്ട ആത്മാക്കളും രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്നതിനിടയായിത്തീരും. मानो ये बात तुम जान चले, हमारे रिश्तेदारों को और वचन सुनाया जाने के लिए अवसर नहीं मिला तो मानो हमारा मसीह की है, वो आज से लेकर उनको बताने के लिए तैयारी के साथ हो जाए। യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 4-ാം വാക്യം. यूहन्ना की सुसमाचार 9वां अध्याय 4वां पद। എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകൽ ഉള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. ഞാൻ ലോകത്തിൽ ഇരിക്കുമ്പോൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞു. जिसने मुझे भेजा है, हमें उसके काम दिन में करना आवश्य है। वह रात आने वाली है जिसमें कोई काम नहीं कर सकता। ഈ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ദരിദ്രരായ ജനങ്ങൾ, എല്ലാ തരത്തിലും ദാരിദ്ര്യം അനുഭവിക്കുന്ന ജനങ്ങളുടേതായ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുന്നത് നമുക്ക് കാണുവാൻ കഴിയും. देखो ये बात है, सुसमाचार सुनाने की समय दरिद्र कंगाल अकाल में रहने वाले हैं, लेकिन सुसमाचार उनका हृदय के अंदर रोशनी डालेगा तो वो धन्य बन जाते हैं। സമ്പന്നന്മാരും സ്വയം ഉന്നത കുലജാതന്മാരും സവർണരും എന്നൊക്കെ വിചാരിക്കുന്ന ആളുകൾ പലപ്പോഴും സുവിശേഷം തള്ളിക്കളയാറുണ്ട്. धनवान है, विद्या है, ज्ञानित है, सोच समझने वाले और मसीह की वजन से रहित है। അന്ധകാരത്തിലിരിക്കുന്നതായ അല്ലെങ്കിൽ അന്ധവിശ്വാസത്തിലായിരിക്കുന്നതായ പാവപ്പെട്ട വ്യക്തികളോട് നാം സുവിശേഷം പറയുകയാണെങ്കിൽ അവരുടെ ജീവിതം ആകമാനം മാറ്റിമറിക്കപ്പെടുന്നതും അവർ അനുഗ്രഹിക്കപ്പെടുന്നതും നമുക്ക് കാണുവാൻ കഴിയും. ये हम देख लेना, कंगाल हो, वेदना की पीड़ित है, कई प्रकार की मुश्किल उठाने वालों को ये सुसमाचार की घोषणा देगा तो अच्छी रीति पर उन्होंने स्वागत करते हैं। ജീവിതത്തില് ഒരു പ്രതീക്ഷയുമില്ലാതിരുന്നതായ ജനത്തിന്റെ അടുക്കൽ ഈ സുവിശേഷത്തിന്റെ വെളിച്ചവുമായി മിഷണർമാർ കടന്നു ചെല്ലുമ്പോൾ ആ ഗ്രാമങ്ങൾ തന്നെ ഉദ്ധരിക്കപ്പെടുകയാണ്. ये अंधेरा में, अंधा में, विश्वास में अनबढ़ने वालों का बीच में गांव गांव तक जाकर परमेश्वर की सेवकाई की घोषणा किया करेगा तो उन्होंने एक गांव पूरा मसीह को अपनाता है, ग्रहण करता है। അവരുടെ ഭവനങ്ങളിൽ സ്വന്തമായിട്ട് ആരാധിക്കുവാൻ അവരെ അനുവദിക്കുന്നില്ല. अपना स्वयं भवन में आराधना करने के लिए उन्होंने अनुमति नहीं मिलते हैं। അപ്പോ ഇനിയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് അപകടങ്ങൾ നിറഞ്ഞതായ ദിവസങ്ങൾ അത്രേ. आजकल वाकई दिन आता है, अनर्थ के दिन आगे है। അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് പകലുള്ളിടത്തോളം നാം ഈ അയച്ചവന്റെ പ്രവൃത്തി ചെയ്യേണ്ടതാകുന്നു. मसीह ने यही वचन दिया है, दिन कितना है, रोशनी कितना है, ज्योति कितना है, इतने तक अंधेरा फैलने की पहले वचन की घोषणा किया करे। നാം ജീവിക്കുന്നതായ ഈ കാലഘട്ടം എന്ന് പറയുന്നത് എന്താണ്, കൃപയുടെ കാലഘട്ടം എന്ന് പറയുന്നു. आजकल के ये दिन की नाम दिया है अनुग्रह के दिन है।
ഈ നാളുകളിൽ എത്ര ആണെങ്കിൽ തന്നെയും ആ, അവര് നീതിമാൻ വരുന്നത് പോലെയും അവർ ചെയ്യുന്നതായ കുറ്റത്തിന് പാപത്തിന് ഒരു ശിക്ഷയും ദൈവം ഇപ്പോൾ വിധിക്കുന്നില്ല. वो अधर्मियों जितने पाप अपराध किया करता है तो परमेश्वर की ओर से कुछ गुणा नहीं देता है। എന്നാൽ അധിക നാളുകൾ കഴിയുന്നതിന് മുമ്പേ തന്നെ ഈ കൃപയുടെ യുഗം അവസാനിക്കും. और ज्यादा सा ज्यादा दिन होने का पहले ये अनुग्रह की युग समाप्त होता है। ഇന്ന് ദൈവത്തിന്റെ കരുതലും സ്നേഹവും അനുഗ്രഹങ്ങളും ഭൂമുഖത്തുള്ളതായ സകല മനുഷ്യരുടെ മേലും കൃപാലുവായിട്ടുള്ളതായ കരുണാമയനായ ദൈവം അത് പകർന്നുകൊണ്ടിരിക്കുന്നു. मसीह जो दयालु अनुग्रहकारी दुनिया की दुष्ट लोगों और भले लोगों का ऊपर भी जो बरसाता है। എന്നാൽ അധിക നാള് ഈ അവസ്ഥ തുടരുകയില്ല. അത് ദൈവത്തിൻ്റെതായ അടുത്ത പ്രവൃത്തി നമുക്ക് കാണുവാൻ ഈ കൃപായുഗം മാറുകയും ദൈവത്തിൻ്റെ എന്താണ് ദുഷ്ടന്മാരുടെ മേൽ ദൈവത്തിന്റെ ക്രോധം കടന്നു വരികയും ചെയ്യും. ये अधिक से अधिक दिन तक आगे ऐसे जाएगा नहीं। दुष्ट लोगों के ऊपर परमेश्वर की क्रोध उंडेला जाएगा। പലരും പറയുന്നത് വളരെ ദുഷ്ടത പ്രവർത്തിക്കുന്നുവെങ്കിലും അവർക്ക് ഒരു കുഴപ്പവും സംഭവിക്കുന്നില്ല എന്ന്. आज के दिनों में बहुत सारे लोग कहते हैं और दुर्मार्ग इसके मारे कुकर्मी के काम किया करने वालों को कुछ कमी कट्टी होना ही होता है। ഈ വ്യക്തിക്ക് മാനസാന്തരപ്പെടുന്നതിനുള്ളതായ ഒരു അവസരം ദീർഘക്ഷമയോടുകൂടി ദൈവം നൽകുന്നു എന്ന് ഉള്ള തിരിച്ചറിവ് ഇവർക്കില്ല. वो मानो उन्होंने ये समय दिया, आयु दिया और मन भरावट में आने के लिए प्रभु ने उनको समय दिया है, देता है, ये सोच समझता नहीं है। രക്ഷകനായ യേശുവിനെയും തിരസ്കരിക്കുന്നതായ വ്യക്തികൾക്ക് ഉണ്ടാകുന്നതായ അനന്തരഫലത്തെക്കുറിച്ച് വിശദമായിട്ട് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. और मसीह की ओर आने वालों को अनंत काल की जीवन के बारे में धर्मशास्त्र सादा सीधा रीति पर हमको समझाता है, सिखाता है। ആധുനിക തിയോളജിയൻസ് ചിലരെങ്കിലും പറയുന്നത് ഇങ്ങനെ നരകമെന്നോ ഒന്നും ഇല്ല എന്നത്. वैज्ञानिक लोगों ने आजकल दिनों में कहते हैं स्वर्ग राज्य है ही नहीं है। എന്താ ദൈവം സ്നേഹമാകുന്നു എന്നല്ലേ പറയുന്നത് എന്ന്. अरे यीशु मसीह परमेश्वर ने प्रेमी है ये कहते हैं। അങ്ങനെയാണെങ്കിൽ ഈ സ്നേഹവാനായ ദൈവം നമ്മളെത്തിയും അത് പുഴുവും ഉള്ളതായ സ്ഥലത്തേക്ക് ഈ വ്യക്തികളെ ഈ ആളുകളെ എങ്ങനെ ദൈവം തള്ളിവിടുമെന്ന് അവർ ചോദിക്കുന്നു. और उन्हें यूं बात कहते हैं आग की भट्टी में और वहां पर कीड़ा है, इतनी गंभीर नरक में कैसा जाना देते हैं। അതുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കുന്നതിന് ഒരു അർത്ഥവുമില്ല എന്ന് അവർ ചിന്തിക്കുന്നു. उन्होंने मसीह की शब्द को त्याग करने वाले ये सोच समझते हैं और मसीह की काम कुछ भी नहीं होता है। ഒരു നരകമുള്ളത് കൊണ്ട് ഒരു അഗ്നി പൊയ്കയുള്ളത് കൊണ്ട് അവിടെ തീരാത്ത വേദനയും കഷ്ടതയും ഉള്ളതായ പുഴുവും തുരുമ്പും ഉള്ളതായ ഒരു സ്ഥലം ആയിരിക്കുന്നത് കൊണ്ട് അത്രയും അതിൽ നിന്നും നമ്മെ രക്ഷിക്കുന്നതിന് വേണ്ടി യേശു ക്രിസ്തു കാൽവരിയിൽ നമ്മുടെ പാപത്തിന് യാഗമായി തീർന്നത്. आग की भट्टी और नरक उसमें जाने के लिए अनुमति ना देना और मसीह के राज्य में इतना शांत और कोमल रूपी जो स्वर्ग राज्य में जाने के लिए प्रभु ने अपने आप की जीवन त्याग की है। തീ തീ പിടിച്ചതായ ഒരു ഭവനത്തിൽ അകപ്പെട്ടതായ ഒരു വ്യക്തിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയും ഫയർഫോഴ്സിലുള്ളതായ ഒരു വ്യക്തിയും ശ്രമിക്കുന്നു. आग के अंदर एक घर में आग जल गया है, वो जला हुआ आग घर के अंदर से लोगों को बचाने के लिए फायरफोर्स आते हैं, मेहनत करते हैं, इसी नहीं है। അങ്ങനെ ഒരു ഫയർഫോഴ്സ് ജീവനക്കാരൻ മറ്റുള്ളവരെ രക്ഷിക്കുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ താൻ ഒരു പക്ഷേ ആ തീയുടേതായ ഫലത്തിൽ മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. ये फायरफोर्स आता है, आग बुझाने के लिए प्रयत्न करते हैं,
जो प्रयत्न में ये बुझाने के लिए आया हुआ व्यक्ति भी मरने के लिए कोई साध्यता है। അത് നശിച്ചു പോകുന്ന ഒരു വ്യക്തിയെ രക്ഷിക്കുവാൻ തക്കവണ്ണം നാം സുവിശേഷത്തിന്റെ ദൗത്യവുമായി കടന്നു ചെല്ലുമ്പോൾ ചിലപ്പോൾ പീഡനങ്ങൾ ഉണ്ടായേക്കാം, ചിലപ്പോൾ പലതരത്തിലുള്ള അപകടങ്ങൾ നമുക്ക് നേരിടാം, ചിലപ്പോൾ മരണം തന്നെയും സംഭവിക്കാം. എങ്കിലും ഒരു ജീവനെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ളതായ ശ്രമത്തിൽ യേശുക്രിസ്തു ചെയ്തത് തന്റെ ജീവനെ തന്നെ കാൽവരിയിൽ അവൻ അർപ്പിക്കുവാൻ തയ്യാറായി. मानो ये बात मैं चेतावनी देता हूं, ये पाप अपराध में गिरे हुए व्यक्ति को बचाने के लिए एक सुसमाचार की घोषणा करने का समय है। शायद हो आपको कुछ मुसीबत कष्ट शोक भोगना पड़ेगा, तो भी एक आत्मा को बचाने के लिए प्रयत्न है सुसमाचार की घोषणा। എന്നെയും നിങ്ങളെയും രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ളതായ ആ ശ്രമത്തിലായിരുന്നു യേശു ക്രിസ്തുവിനെ കാൽവരി ക്രൂശിൽ തന്റെ ജീവൻ ത്യജിക്കേണ്ടി വന്നത്. मैं और आपको बचाने के लिए काल्वरी क्रूस पर यीशु मसीह स्वयं प्राण त्याग की है। കാൽവരിയിൽ യേശു ചെയ്തത് എന്താണ് എന്ന് നമുക്ക് അത് ദർശിക്കുവാൻ കഴിയുമെങ്കിൽ എത്ര അപകടകരമായ ഒരു സാഹചര്യത്തിൽ നിന്നും നരകത്തിൽ നിന്നും യേശു നമ്മെ രക്ഷിച്ചിരിക്കുന്നു നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. हम ये बात समझ लेते हैं, हम पापी थे, हमको बचाने के लिए यीशु मसीह ने काल्वरी क्रूस पर क्या सहजा है, इसके बारे में जानकारी मिलेगा तो हम कुछ ना कुछ भी त्याग कर हम मसीह की सेवकाई में लवलीन रहेंगे। മനുഷ്യന് വരാൻ പോകുന്നതായ ആപത്തിനെ കുറിച്ച് വേണ്ടത്ര മുന്നറിയിപ്പുകൾ യേശു നൽകുകയുണ്ടായി. मनुष्यों को आगे आता है खतरनाक क्या होता है, उसी में से बचाने के लिए मसीह स्वयं वो बात वो काम कार्य अपने लिया है। മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം അതിന്റെ 31-32 വാക്യങ്ങൾ. मत्ती का सुसमाचार 25वां अध्याय है, उसका 31वां पद में यही लिखा है, മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടെ സകല വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ അവൻ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കും. സകല ജാതികളെയും അവന്റെ മുമ്പിൽ കൂട്ടും. അവൻ അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ച് ചെമ്മരിയാടുകളെ തന്റെ വലത്തും കോലാടുകളെ ഇടത്തും നിർത്തും. രാജാവ് തന്റെ വലത്തുള്ളവരോട് അരുളി ചെയ്യും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ. ആ വാക്യം ഒന്നോടൊന്ന് പറഞ്ഞ്. 31 മുതൽ 33 വരെ. 21-ന്റെ. യെസ്, 21 അല്ല, 25. സോറി 25. അത് ഞാൻ വായിച്ചപ്പോ ഒരു സംശയം തോന്നി. मत्ती का सुसमाचार 25वां अध्याय की 21वां पद से लेकर यही दिया है, और उसके स्वामी ने उससे कहा, धन्य है अच्छे और विश्वास योग्य दास, तू थोड़े में विश्वास योग्य रहे। जो बात वहां पर दिया गया है. കർത്താവ് ഇങ്ങനെ വിശ്വാസികളെ 2 ഗ്രൂപ്പായിട്ട് തിരിക്കുന്നു. ഒരു കൂട്ടരെ നിത്യനാശത്തിലേക്ക് അയക്കുന്നു. मसीह ने 2 झुंड बनाते हैं, मसीह को अपनाया ग्रहण किया विश्वासियों को एक झुंड करते हैं, दूसरों को अधर्मियों के बीच में दूसरा झुंड बनाते हैं. അപ്പോൾ നല്ലതും ചീത്തയുമായിട്ടുള്ളത് ഒരുമിച്ചായിരിക്കുന്നത് കൊണ്ട് നമുക്കത് തിരിച്ചറിയുവാൻ കഴിയാത്ത ഒരവസ്ഥയാണ്. अच्छे और भले और बुराई और निगम्य 2 तरीका है. आज के दिनों में हमको उसमें से चुक नहीं सकते हैं, इसलिए दोनों मिलजुल जाते हैं. കർത്താവിന്റെ വലുതും ഭയങ്കരവുമായ ദിവസത്തിൽ അത് ഒരു കണക്ക് തീർക്കുന്നതായ ഒരു അവസ്ഥയുണ്ടാകും. मसीह की आगमन में भले बुरों को अलग करते हुए एक समय निकट है. എന്നാൽ ഇന്ന് ലോകത്തിലെ സുവിശേഷം എല്ലാ കാലഘട്ടങ്ങളും അധികമായിട്ട് പ്രചരിച്ചു കൊണ്ടിരിക്കുന്നു. आजकल दिनों में और परमेश्वर की वचन की घोषणा चल रहा है.
ഇന്റർനെറ്റിലൂടെയും സാറ്റലൈറ്റിലൂടെയും ടി വിയിലെയും മറ്റ് സോഷ്യൽ മീഡിയയിലും കൂടെ ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിലേക്കും സുവിശേഷം അത് അതിവേഗം പടർന്നുകൊണ്ടിരിക്കുന്നു. आजकल दिनों में सुसमाचार की घोषणा इतनी गंभीर रीति पर चलते हैं और व्हाट्सएप, यूट्यूब और इंटरनेट कई प्रकार की माध्यम उपयोग करते हैं। ഇതൊക്കെ ദൈവത്തിന്റെ പ്രവൃത്തിയാകുന്നു. यही सब मसीह की काम कार्य है। ഈ സദ്വർത്തമാനത്തെക്കുറിച്ച് ഞാൻ കേട്ടില്ല എന്ന് പറയുവാൻ ആർക്കും ഇടവരരുത് എന്ന് സർവശക്തനായ ദൈവം ആഗ്രഹിക്കുന്നു. मसीह आग्रह करते हैं ये सुसंदेश कोई किसी को अज्ञानित ना रहे, ये सोच समझते हैं। എന്നാൽ സുവിശേഷം അറിയിക്കുമ്പോൾ അതിനോട് പ്രതികരിക്കാത്തതായ ഒരു വിഭാഗം ആളുകളുണ്ട്. सुसमाचार सुनाने के समय उसमें शामिल नहीं होता है, अपनाता नहीं है, ऐसी भी एक झुंड बाकी है। അവർ വലയിൽ കയറത്തില്ല, वो ही रहे, जाल में आएगा नहीं। അവർ സുവിശേഷത്തോട് പ്രതികരിക്കില്ല. वो और सुसमाचार को स्वीकार नहीं करेंगे। എന്നാൽ മറ്റ് ഒരു കൂട്ടർ എന്ന് പറയുന്നത് വലയിൽ കയറുന്നതായ വലയിൽ കയറുന്നവരിൽ തന്നെ രണ്ട് വിഭാഗങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. वहां पर जाल में बसते हुए व्यक्तियों को दो प्रकार के लोगों को पाया जाता है। അതിൽ നല്ലതും ചീത്തയുമുണ്ട്. फले और निगमे चीज है। നല്ല ഫലങ്ങളുമുണ്ട്, അതുപോലെ തന്നെ എന്താണ് ആകാത്തത് പതിർ അല്ലേ. और ये वृक्ष में अच्छे फल भी है, निगमे फल भी है। യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാര് 12 പേരുണ്ടായിരുന്നു. അതിൽ 11 പേര് നല്ല ഫലം പുറപ്പെടുവിക്കാൻ, എന്നാൽ അതിൽ മോശമായിട്ടുള്ളതായ ഒന്നുണ്ടായിരുന്നു, യൂദ. ये यीशु मसीह ने 12 शिष्यों को चुन लिया, उसमें 11 शिष्यों अच्छे फल लाने वाले थे, एक ही व्यक्ति बुरे व्यक्ति थे। അവര് സമൂഹത്തിൽ കൊള്ളാവുന്നവരാണ് എന്നുള്ളതായ ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇന്നും അങ്ങനെയുള്ള ആളുകളെ നമുക്ക് കാണുവാൻ കഴിയും. ये यूदा की नहीं, हम समूह और झुंडों के बीच में अच्छे भले भक्ति दीदी पर जाने वाले ने सोच समझने वाले आजकल दिनों में भी है। കള്ളപ്രവാചകന്മാരുണ്ട്, ദുരാദായത്തിന് വേണ്ടി വേല ചെയ്യുന്നവരുണ്ട്, झूठे भविष्यवाणी देने वाला भविष्यवक्ता ही है और अच्छे भले भक्ति से सेवकाई करने वाला भी है। നല്ലതും മോശവുമായിട്ടുള്ള കർത്താവ് വേർതിരിക്കുന്ന ഒരു ദിവസം വരുന്നു. लेकिन एक बात जान ले, अच्छे और बुराई, अच्छे और दुष्ट लोगों को अलग करने का एक दिन आ चुका है। വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 9-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. प्रकाशित वाक्य 5वां अध्याय 9वां पद में हमको ये वचन पाया जाता है। പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ, നീ അർക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. प्रकाशित वाक्य 5वां अध्याय 9वां पद में यदि वे यह नया गीत गाने लगे तो इस पुस्तक की लेने और इसकी मोहरों खोलने योग्य है, क्योंकि तूने बंद होकर अपने लहू से हर एक कुल और भाषा और लोगों और जाति में से परमेश्वर के लिए लोगों को मोल लिया है। സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലങ്കയിൽ നിന്ന് പുസ്തകം വാങ്ങുവാൻ യോഗ്യനായിട്ടുള്ളത് യേശു കർത്താവ് മാത്രമെന്ന് നമുക്കിവിടെ കാണുവാൻ കഴിയും. सिंहासन में यहोवा परमेश्वर ने बैठा, जो उनके हाथ से पुस्तक ले लेने के लिए योग्य केवल यीशु मसीह सिवा कोई नहीं है। പുസ്തകം വാങ്ങുവാനും അതിൽ മുദ്ര പൊട്ടിപ്പാനും യേശു മാത്രം യോഗ്യൻ. और पुस्तक लेने के लिए और उनका मुहर खोलने के लिए योग्य केवल हमारा यीशु मसीह है। യേശു ക്രിസ്തു അറുക്കപ്പെട്ടതായ, പാപികൾക്ക് വേണ്ടി അറുക്കപ്പെട്ടതായ ഒരു കുഞ്ഞാടാണ്. यीशु मसीह अपराधियों के लिए मारा हुआ एक मेमना है। തന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. क्योंकि तूने बंदे होकर अपने लहू से हर एक कुल और भाषा
और लोगों और जाति में से परमेश्वर के लिए लोगों को मोल लिया है। അതുകൊണ്ട് ഈ സുവിശേഷം ലോകത്തെങ്ങും അത് സുവിശേഷത്തിൻ്റെതായ വല വിരിക്കുവാൻ തക്കവണ്ണം ഓരോ ദൈവ പൈതലിനും അതേക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നു. और इसी कारण में ये सुसंदेश सुसमाचार सुनाने के लिए प्रत्येक तौर पर चुने हुए लोगों तैयारी हो जाए इस दिनों में। ജനത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി വേണ്ടതെല്ലാം യേശുക്രിസ്തു കാൽവരിയിൽ ചെയ്തു. मानव जातियों का उद्धार के लिए कालवरी सलीब पर कालवरी क्रूस पर जितना कर सकता है इतने हमारा मसीह ने किया है। ആകയാൽ ഈ സുവിശേഷത്തിൻ്റെതായ വല വിരിക്കുവാൻ തക്കവണ്ണം നമ്മെ ഓരോരുത്തരെയും കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. इसी कारण में सुसमाचार की जाल बिछाने के लिए प्रतियों को प्रभु ने चुन लिया है। അതെ, സഭ ഈ ഭൂമിയിൽ നിന്നും എടുക്കപ്പെട്ടതിന് ശേഷം 7 വർഷത്തേതായ പീഡനങ്ങൾ ഈ ഉണ്ടാകുവാൻ പോകുന്നു. ये मसीह के लोगों को मध्य आकाश में प्रभु ने प्रवेश करने के बाद में 7 वर्ष की पीड़ा भूमि पर होते रहते हैं। കഠിനമായ പീഡനം അത് യഹൂദന്മാർക്ക് അനുഭവിക്കേണ്ടി വരും. यहूदियों को अधिक शोधना वेदना दुख सहजना पड़ता है। ആ കാലഘട്ടത്തില് ക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളതായ കാര്യമായിരിക്കും. उस समय में यीशु को अपनाना ग्रहण करना सुसमाचार की घोषणा बहुत कठिन है। എന്നാൽ 1,44,000 പേർ രക്തസാക്ഷികളായി തീരും. उसी समय में और 44,000 लोग उद्धार पाएंगे। അന്ത്യകാലത്ത് അത് സുവിശേഷം പ്രസംഗിക്കുന്നത് യഹൂദന്മാരായിരിക്കും. और अंतिम समय में सुसमाचार की घोषणा यहूदियों ने किया करेगा। കാരണം സഭ അതിനു മുമ്പായിട്ട് അത് റാപ്ചർ ചെയ്യുന്നത് കൊണ്ടത്രേ. और इसके कारण वो आने के पहले मंडली को यीशु मसीह में विश्वास करने वालों को मध्य आकाश में उठा लिया जाएगा। ദൈവത്തിന്റെ ഈ വചനം എന്ന് പറയുന്നത് അത് വളരെ വിലയേറിയതത്രേ. आज हम समझ ले परमेश्वर के वचन मूल्य है। ആർക്കെങ്കിലും അതിനോട് പ്രതികരിക്കുവാൻ താല്പര്യമില്ല എങ്കിൽ നിർബന്ധിക്കരുത്. किसी को अपनाने के लिए वो योग्य तैयारी नहीं होवे तो और उनको धक्का देना नहीं। ആ പട്ടണം വിട്ട് മറ്റൊരു പട്ടണത്തിലേക്ക് പോവുക. एक शहर छोड़कर आगे शहर में जाए। അടുത്ത കാലത്ത് യുപിയിൽ അത് ജയിലിൽ അടയ്ക്കപ്പെട്ടതായ എൻ്റെ ഒരു സ്നേഹിതനുണ്ട്. परमेश्वर के दास का ये कितने साथी थे और यूपी में जेल खाने में है। അവിടെ അദ്ദേഹം പ്രയാഗ് നഗറിലായിരുന്നു. അവിടെ വളരെയധികം താൻ പീഡിപ്പിക്കപ്പെട്ടു. കർത്താവ് അവനോട് പറഞ്ഞു, നീ ഇനി ഇവിടെ നിൽക്കണ്ട, അടുത്ത പട്ടണത്തിലേക്ക് പോവുക എന്ന്. प्रयाग नगर में है और वहां पर तुमको पीड़ित होता है तो वहां से चले जाओ और दूसरा शहर में जाकर प्रचार करो। അദ്ദേഹം ഇന്ന് പ്രവർത്തിക്കുന്ന സ്ഥലത്ത് 2000-ലധികം ഹൗസ് ചർച്ചസ് ഉണ്ട്. और 2000 से अधिक और ऐसा तात्कालिक भवन वहां पर भी है। അവിടെ ശക്തമായിട്ട് അദ്ദേഹത്തെ ഉപയോഗിക്കുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. वो जगह में परमेश्वर की दासों को भेजा हुआ जगहों में परमेश्वर मसीह ने उनको अच्छे रीति पर इस्तेमाल करते हैं। ഒരു സ്ഥലത്തുള്ള ആളുകൾ സ്വീകരിക്കുവാൻ, സുവിശേഷം അംഗീകരിക്കുവാൻ തയ്യാറാകുന്നില്ല എങ്കിൽ നമുക്ക് മറ്റൊരു പട്ടണത്തിലേക്ക് പോകാം. एक शहर में सुसमाचार सुनने के लिए तैयारी नहीं होवे तो और दूसरा शहर में जाए। ഇന്ന് നമുക്കുള്ളതായ സാങ്കേതിക വിദ്യയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. आजकल दिनों में हमें मिला हुआ ये टेक्नोलॉजी के बारे में मसीह को धन्यवाद देते हैं। ഈ ടെക്നോളജിയെ ദൈവം ഇഷ്ടപ്പെടുന്നു. ये टेक्नोलॉजी को मसीह ने पसंद करते हैं। അതിവേഗത്തിൽ സുവിശേഷം ലോകത്തിന്റെ അറ്റത്തോളം എത്തിക്കുന്നതിന് ദൈവം നൽകിയ ഒരു ഉപാധി അത്രേ. आदि सीख कर दुनिया के कोने कोने तक सुसमाचार फैलाने के लिए प्रभु ने मानव जाति को बुद्धि दी है। അവസാന നാളിൽ അത് വേർതിരിക്കുമ്പോൾ നാമം അത് നല്ലത് എന്നുള്ളതായ അതിന്റെ കൂട്ടത്തിലായി തീരുവാൻ വേണം ദൈവം നമ്മെ സഹായിക്കട്ടെ. अंतिम समय में बिछाया हुआ जाल के अंदर अच्छे वस्तुओं आया, उसी में हम आनंद मगन होने का
समय हमारे लिए बाकी है। നാം ഓരോരുത്തരും ആത്മപരിശോധന നടത്തുന്നതായ ഒരു ആ, ഒരു അവസരമായിട്ട് അത് നാം ഇന്നത്തെ വചനശിക്ഷയെ കാണേണ്ടത്. आजकल दिनों में आज के वचन की घोषणा अपने आप को झांझ लेने का अवसर की समय है। सोच समझे, വാസ്തവമായി നിങ്ങൾ ഒരു യഥാർത്ഥമായ വിശ്വാസിയാണോ? सचमुच याथार्थ रीति में हम विश्वास योग्य में रहते हैं। കർത്താവെ, നീ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഫലം പുറപ്പെടുവിക്കുവാൻ എനിക്ക് കഴിയുന്നുണ്ടോ? मसीह तेरी इच्छा के आधार पर फल लाने के लिए हमें योग्य बनाया ना बनाया। കർത്താവിനോട് നമുക്ക് പറയാമോ, കർത്താവെ എന്നോട് കരുണ തോന്നുമാറാകണമേ എന്ന്. मसीह की ओर हम प्रार्थना करें, हे मसीह मुझ पर दया कर। അതുകൊണ്ട് സുവിശേഷത്തിൻ്റെതായ ഈ വലയുമായിട്ട് ഈ ലോകത്തിലേക്ക്, ഈ സമുദ്രത്തിലേക്ക്, ലോകമാകുന്ന ഗംഭീര വാരിധിയിലേക്ക് നമുക്ക് മുന്നേറാം. आज की चेतावनी यही है, सुसमाचार हाथ में ले और विनाश में जाते हैं, नाशमान है उन्हीं के साथ ये दुनियादारियों का बीच में घोषणा के लिए तैयारी के साथ जाए। ഈ വചനത്താൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ये वचनों से प्रभु मसीह हमें अनुग्रह दिया दे। അവസരമൊരുക്കിയതായ തോംസൺ പാസ്റ്ററോടുള്ള നന്ദി അറിയിക്കുന്നു. हमारे लिए ये अवसर दिया थॉमसन भाषा के लिए भी हम धन्यवाद देता है। നമുക്ക് വേണ്ടി ഈ സന്ദേശം ട്രാൻസ്ലേറ്റ് ചെയ്ത